everyone, welcome back to my YouTube channel English for you by Sneha. ഇന്നത്തെ വീഡിയോ പ്രൊനൗൺസിയേഷൻ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. പ്രൊനൗൺസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഉച്ചാരണം. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ പല ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യില്ലേ? അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ള കുറച്ച് വേർഡ്സുകളുണ്ട്. അങ്ങനത്തെ ഒരു 15 വേർഡ്സ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളായാലും വീട്ടിലായാലും നമുക്കറിയണ കുറേ വേർഡ്സ് ഉണ്ടാവും, എന്നല്ല ബാക്കിയുള്ളവർ തെറ്റി പറയുന്ന കുറച്ച് വേർഡ്സുകൾ ഉണ്ടാവും. അങ്ങനെ കുറച്ച് വേർഡ്സുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ യൂഷ്വലി തെറ്റി പറഞ്ഞ് കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്താൽ നമ്മുടെ വ്യൂവേഴ്സിനും എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണ വേർഡ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം ആ വേർഡ് തെറ്റാണ്, നമ്മൾ പ്രൊനൗൺസ് ചെയ്തത് തെറ്റാണെന്നാവും തോന്നാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പഠിച്ചത് സ്കൂളിൽ പഠിച്ചത് മുന്നേ തൊട്ട് കേട്ടറിവുള്ളത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആവില്ല. അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാനിന്ന് തരാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ വേർഡ് ഏതാന്ന് നോക്കാം. ആദ്യത്തെ വേർഡ് ഇതാണ്, JEWELLERY. ഇതെന്താ നമ്മൾ വായിക്കാം? ഇത് നമുക്ക് ഈസി വേർഡാലോ, ഇത് എല്ലാവരും കറക്റ്റ് ആലോ പറയാൻ നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് ഈ വേർഡ് കേൾക്കുമ്പോൾ ഒരു ടെൻഡൻസി ഉണ്ട്, നമ്മുടെ ബ്രെയിൻ എന്താ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയണ വല്ല വാക്കുകൾ ഉണ്ടോ എന്ന് നോക്കും ഇതിൽ. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ JEWEL എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ എന്താ വായിക്കുക? ജുവൽ എന്ന് വായിക്കും. എന്നിട്ട് നമ്മൾ ജുവലറി എന്ന് പറയും. പക്ഷെ അത് റോങ് ആണ്, ജുവലറി എന്നല്ല പറയാം. നമ്മൾ എങ്ങനെയാ വായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂവലറി. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എൻ്റെ ഒപ്പം, ജൂവലറി. ജുവലറി അല്ല, ജൂവലറി. ഇനി വേറൊരു വേർഡ് SITUATION. അപ്പൊ ഇത് കാണുമ്പോഴും നമുക്ക് തോന്നും ഇത് ആര് തെറ്റിക്കാനാണ്, ഇതെല്ലാവർക്കും അറിയുന്നതല്ലേന്ന്. അപ്പൊ ഈ വേർഡിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ വേർഡിൽ നമുക്ക് അറിയുന്ന ഒരു വാക്കുണ്ടോ എന്ന് നോക്കിയേ. SIT കാണുമ്പോൾ തന്നെ നമ്മൾ സിറ്റ് എന്ന് വായിക്കും, എന്നിട്ട് സിറ്റുവേഷൻ എന്ന് പറയും. പക്ഷെ ഇവിടെ TUA ച്യൂ എന്നാണ് സൗണ്ട് വരുന്നത്, അല്ലാണ്ട് ട്യൂ എന്നല്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ വായിക്കുക സിറ്റുവേഷൻ. ഒന്ന് റിപ്പീറ്റ് ചെയ്തതിൻ്റെ ഒപ്പം, സിറ്റുവേഷൻ അല്ലാണ്ട് സിറ്റുവേഷൻ അല്ല, സിറ്റുവേഷൻ. ഇനി വേറൊരു വേർഡ് FINANCE. അപ്പൊ ഇതിൽ നമുക്ക് അറിയണ വല്ല വേർഡ്സ് ഉണ്ടോ നോക്കി. ഇതിൽ നമുക്ക് അറിയണ അങ്ങനെ വേർഡ്സ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ FI കാണുമ്പോൾ തന്നെ ഫീ എന്ന് വായിക്കും. പക്ഷെ അപ്പൊ നമുക്ക് വായിക്കാൻ ഇങ്ങനെ ടെൻഡൻസി ഇങ്ങനെ വരാം, തെറ്റായിട്ട് നമ്മൾ ഇങ്ങനെ വായിക്കുക ഫിനാൻസ് എന്ന് പറയും. പക്ഷെ ഇത് നമുക്ക് മിക്കവർക്കും ഇപ്പം അറിയാം കറക്റ്റ് എങ്ങനെയാണ് വായിക്കേണ്ടത്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത്. അപ്പോൾ FINANCE നമ്മളെങ്ങനെയാണ് വായിക്കുക? ഫിനാൻസ് എന്നല്ല, ഫൈനാൻസ്. ഇങ്ങനെ പറയാം, ഫൈനാൻസ്. ഇനി വേറൊരു വേർഡ് നോക്കാം, FLOUR. ഇത് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം. മാവൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇപ്പോഴും കറക്റ്റ് ആയിട്ടല്ല നമ്മൾ പറയാം. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ടെൻഡൻസിയാണ് ഫ്ലോർ എന്ന് വായിക്കാൻ. FLOUR എന്ന് കാണുമ്പോൾ ഫ്ലോർ എന്ന് വായിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല വായിക്കുക. നമ്മൾ വായിക്കുന്നത് ഫ്ലവർ. എങ്ങനെ പറയാം? ഫ്ലവർ അല്ലാണ്ട് ഫ്ലോർ എന്നല്ല വായിക്കുക. ഇനി വേറൊരു വേർഡ് SWORD. ഇതെങ്ങനെ നമ്മൾ വായിക്കും? വാള് എന്ന് പറയില്ലേ മലയാളത്തിൽ, അതാണ് അതിൻ്റെ അർത്ഥം. അതെങ്ങനെ നമ്മൾ മലയാളത്തിൽ ഇംഗ്ലീഷിൽ വായിക്കുക? അപ്പം SWORD എന്ന് കാണുമ്പോൾ നമുക്ക് ടെൻഡൻസിയാണ് SWനൊരു സ്ട്രെസ് കൊടുക്കണം എന്നുള്ളൊരു തോന്നലാണ്. അപ്പം നമ്മളിങ്ങനെ ശരിക്കും തെറ്റി എങ്ങനെ വായിക്കുക? സ്വോർഡ് എന്ന് ചിലർ വായിക്കണ കാണാം. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ W സൈലൻ്റാ. നമുക്ക് വെറുതെ സോഡ് എന്ന് പറഞ്ഞാൽ മതി, സ്വോർഡ് വേണ്ട, സോഡ്. ഇനി നമുക്കൊരു സന്യാസിന്ന് ഇംഗ്ലീഷിൽ പറയണം. നമ്മളെങ്ങനെ പറയാം? അപ്പം നമുക്ക് സ്പെല്ലിങ് കിട്ടി, MONK ആണ് സ്പെല്ലിങ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വായിക്കുക? പലർക്കും കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ വായിക്കുക? അപ്പോൾ MONK എന്ന് കാണുമ്പോൾ നമുക്ക് തെറ്റി വായിക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ MO കാണുമ്പോൾ തന്നെ നമ്മൾ മോങ്ക് എന്ന് വായിക്കും. പക്ഷെ അങ്ങനെയല്ല വായിക്കുക, മങ് എന്നാണ്, അല്ലാണ്ട് മോങ്ക് എന്നല്ല, മങ് എന്നാണ് പറയാം. ഇനി വേറൊരു വേർഡ് WOMEN. ഈ വേർഡ് നമ്മൾ പല സമയത്തും യൂസ് ചെയ്യേണ്ടി വരും. ഇത് അറിഞ്ഞിരിക്കേണ്ട വേർഡാണ്. ഇത് പക്ഷെ നമ്മൾ തെറ്റി പറയുന്നത് അത്ര നല്ലതല്ല. ഈ വേർഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ നമ്മൾ അത് കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വേർഡ് എങ്ങനെയാണ്? അപ്പോൾ ഈ വേർഡിന് ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ MEN എന്ന് പറയുമ്പോൾ നമുക്ക് അറിയണ വേർഡല്ല. അപ്പം മെൻ അത് വായിക്കുക. അപ്പോൾ WOMEN എന്ന് പറയുമ്പോൾ വുമൻ എന്ന് നമ്മൾ വായിക്കും. പക്ഷെ അത് അങ്ങനെയല്ല വായിക്കുക. ഇവിടെ WO എന്നുള്ളതിന് ഇവിടെ പ്രൊനൗൺസിയേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ V എന്നാണ്. അതുപോലെ തന്നെ MEN എന്നുള്ളടത്ത് പ്രൊനൗൺസിയേഷൻ വരുന്നത് മിൻ എന്നാണ്. അപ്പം നമ്മൾ എങ്ങനെ അത് വായിക്കുക? വിമിൻ. വിമിൻ അല്ലാണ്ട് വുമൻ എന്നൊന്നല്ല, വിമിൻ എന്നാണ് വായിക്കുക. ഇനി വേറൊരു വേർഡ് നമുക്ക് വായിച്ചു നോക്കാം, COMFORTABLE. ഈ വേർഡ് എങ്ങനെ നമ്മൾ വായിക്കുക? അപ്പം ഇത് വായിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയണ 2 വേർഡ്സ് ഉണ്ട് ഇല്ലേ? ഏതൊക്കെയാണ്? ഫോർ ഉണ്ട്, ടേബിൾ ഉണ്ട്. അപ്പം നമ്മൾ സാധാ എങ്ങനെയാണ് വായിക്കുക? പ്രൊനൗൺസിയേഷൻ എനിക്ക്
എനിക്കറിയാം എന്നുള്ളതിൽ നമ്മൾ കംഫർട്ടേബിൾ എന്ന് വായിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഫോർ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ OR സൈലന്റ് ആണ്. ഫോർ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എങ്ങനെ നമ്മൾ പറയാ? കംഫർട്ടബിൾ. ടേബിൾ എന്ന് പറയണ്ടേ? ടേബിൾ. കംഫർട്ടബിൾ. ഫോർ എന്നും പറയേണ്ട ആവശ്യമില്ല. കംഫർട്ടബിൾ എന്നാ പറയാ, അല്ലാണ്ട് കംഫോർട്ടബിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇനി ONION എന്താ? ഇത് നമ്മൾ സവാള, നമ്മളെപ്പോഴും കറിക്കും എല്ലാത്തിനും യൂസ് ചെയ്യുന്നതാണ്, കിച്ചണിൽ യൂസ് ചെയ്യും. അപ്പം നമ്മൾ എങ്ങനെയാ ഇതിനെ എങ്ങനെ കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യുക? അപ്പോൾ ഇത് കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ O എന്ന് പറയുമ്പോൾ നമുക്ക് വായിക്കാനൊരു ചാൻസ്, തെറ്റി വായിക്കാനൊരു ടെൻഡൻസി കൂടുതലുള്ളത് എങ്ങനെയാ? ഒനിയൻ എന്നാണ്, കാരണം O വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ അങ്ങനെയല്ല വായിക്കുക. ഇവിടെ ആ സൗണ്ടാണ് വരുന്നത്, ആ സൗണ്ട്. അപ്പം എങ്ങനെ നമ്മൾ വായിക്കുക? അനിയൻ. ഇനി വേറെ DATA. അപ്പോൾ DATA എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഡാറ്റ എന്ന് വായിക്കാൻ പറ്റും. DA കാണുമ്പോൾ തന്നെ നമ്മൾ ഡ എന്ന് വായിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾക്ക് അത് എങ്ങനെ ഒന്നും കൂടി നന്നായിട്ട് പറയാം? DATA എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് DA എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഡേ എന്നാണ്, അല്ലാണ്ട് ഡ എന്നല്ല. ഡേഡ. ഇങ്ങനെ പറയാം, ഡേഡ. ട ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ആ ടീക്ക് അത്ര സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെങ്ങനെ പറയാം? ഡേഡ. മനസ്സിലായോ? ഇനി നമുക്ക് ഇംഗ്ലീഷിൽ ബുധനാഴ്ച എന്ന് പറയണം. നമ്മളെങ്ങനെ പറയാം? അപ്പം നമുക്ക് സ്പെല്ലിംഗ് അറിയാം, WEDNESDAY. അപ്പം എങ്ങനെ അത് വായിക്കുക? അപ്പം നമ്മൾ സാധാ ഇത് എപ്പോഴും തെറ്റി എല്ലാവരും വായിക്കാറുള്ളത് വെനസ്ഡേ എന്നാണ്. വെനസ്ഡേ അങ്ങനെ വായിക്കാറ്. പക്ഷെ ഇത് അങ്ങനെ വായിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ D സൈലന്റ് ആണ്, സൗണ്ട് ആണ് കൊടുക്കേണ്ടത്. അപ്പം കറക്റ്റായിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക? വെനസ്ഡേ അല്ല. ഇനി വേറൊരു വേർഡ് PLUMBER. ഇതെങ്ങനെ നമ്മൾ വായിക്കുക? ഇത് മിക്കവരും തെറ്റിക്കണ ഒരു വേർഡാണ്. അപ്പം എല്ലാവരും ഇത് വായിക്കുക പ്ലംബർ. കൂടുതൽ പേരും പ്ലംബർ എന്നാണ് വായിക്കുക. പക്ഷെ അങ്ങനെയല്ല ശരിക്കും വായിക്കുക. പ്ലമ്മ അങ്ങനെ വായിക്കുക, പ്ലംബർ അല്ല. ASTHMA. ഇതെന്താ നമ്മൾ വായിക്കുക? ASTHMA ഇങ്ങനെ വായിക്കുക? ആസ്മ അല്ല, അസ്മ. ഇനി വേറൊരു വേർഡ് RELATIVE. നമുക്ക് എല്ലാവർക്കും ബന്ധുക്കളുണ്ടാവും. അപ്പം നമ്മളെങ്ങനെ പറയാം? RELATIVE എന്താ നമ്മൾ വായിക്കുക? എല്ലാവരും തെറ്റി പറയാറുള്ളത് റിലേറ്റീവ്. അതെൻ്റെ റിലേറ്റീവാന്ന് പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഇവിടെ പറയാം. നമ്മളിങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക കറക്റ്റായിട്ട് റിലേറ്റീവ് അങ്ങനെ വായിക്കാം. ഇനി വേറൊരു വേർഡ് നമ്മളെല്ലാവരും കഴിക്കണ ഒരു കാര്യമാണ് BREAKFAST. ഇതെങ്ങനെയാണ് നമ്മൾ വായിക്കുക? അപ്പോൾ ഈ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് എന്ന് എടുക്കും, ഫാസ്റ്റ് എന്ന് എടുക്കും. എന്നിട്ട് ബ്രേക്ക് ഫാസ്റ്റ് എന്ന് വായിക്കും. പക്ഷെ അങ്ങനെയല്ല വായിക്കുക. ഇവിടെ BREAK എന്നുള്ളത് നമ്മൾ വായിക്കുന്നത് ബ്രേക്ക് എന്നാണ്. പിന്നെ FAST എന്നുള്ളിടത്ത് നമ്മൾ ആ സൗണ്ടാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ പറയാ? ബ്രേക്ക്ഫാസ്റ്റ്. ഫാസ്റ്റ് എന്നല്ല, ബ്രേക്ക് ഒന്നുമില്ല, ഫാസ്റ്റ് ഒന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് കൂടുതൽ ചെയ്യണമെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്തോളാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആയെന്ന് തോന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ പോസ്റ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.